നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. 234 നിയോജക മണ്ഡലങ്ങളുള്ള വലിയൊരു സംസ്ഥാനമാണ് തമിഴ്നാട്. കർണാടകയെക്കാളും തെലങ്കാനയെക്കാളുമൊക്കെ വലിപ്പമുള്ള ദക്ഷിണേന്ത്യയിലെ ഏറ്റവും കൂടുതൽ ലോക്സഭാ അംഗങ്ങളെ പ്രദാനം ചെയ്യുന്ന സംസ്ഥാനം. ഒരുപക്ഷെ കോൺഗ്രസിന് ഏറ്റവും കൂടുതൽ എംപിമാർ ദക്ഷിണേന്ത്യയിൽ കേരളം കഴിഞ്ഞാൽ തമിഴ്നാട്ടിലാണ്. 9 എംപിമാരാണ്. നിയമസഭയിൽ എന്നാൽ അതിനത്ര ആനുപാതികമായ പ്രാതിനിധ്യം കഴിഞ്ഞ തവണ ഇല്ല. എന്നാൽ ഇക്കുറി സീറ്റുകൾ കൂടുതൽ ചോദിച്ച് മേടിക്കാൻ തന്നെയാണ് തീരുമാനം. അതിൽ ഒരു രീതിയിലുള്ള സംശയവുമില്ല പാർട്ടി നേതൃത്വത്തിന്. സ്റ്റാലിൻ്റെ ഐഡിയോളജിക്കൊപ്പം നിൽക്കുമ്പോഴും സ്റ്റാലിനോട് അവകാശവാദങ്ങൾ ചോദിക്കാൻ കോൺഗ്രസ് നേതൃത്വത്തിന് യാതൊരു മടിയും ഇല്ല എന്നുള്ളതാണ്. ഇത്തവണ തമിഴക വെട്രിക്കഴകത്തിൻ്റെ നെടുന്തൂണായ വിജയ് അടക്കം കൃത്യമായി DMKയുടെ വോട്ടുകൾ സ്പ്ലിറ്റാക്കുമോ എന്ന ഭയം സ്റ്റാലിനെ വേട്ടയാടുന്നുണ്ടായിരുന്നു. എന്നാൽ കൃത്യമായി വിജയ് ജനങ്ങളെ ആകർഷിക്കുന്നില്ല എന്നുള്ള ഒരു പുതിയ ട്രെൻഡാണ് വന്നിരിക്കുന്നത്. അതായത് വിജയെ സംബന്ധിച്ചിടത്തോളം സിനിമാ മേഖല അല്ലെങ്കിൽ വിജയിയെ കാണാൻ ഒത്തുകൂടുന്നത് ശരിക്കും രാഷ്ട്രീയത്തിൻ്റെ പേരിലല്ല എന്നുള്ളത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയെ സംബന്ധിച്ചിടത്തോളം വലിയ മുന്നേറ്റം ഒന്നും ഉണ്ടാക്കാൻ കഴിയില്ല. ഒരുപക്ഷെ ഒരു സ്പോയിലറായി മാറിയേക്കാം. BJP ഒപ്പം കൂട്ടാൻ ആവുന്നത്ര ശ്രമിക്കുന്നുണ്ടെന്നാൽ വിജയ് മുന്നോട്ട് വയ്ക്കുന്ന ആശയം തന്നെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചാൽ മാത്രമേ ഒരു മുന്നണി സംവിധാനത്തോട് കടപ്പെട്ട് നിൽക്കുകയുള്ളൂ എന്ന ഉഗ്രൻ പ്രഖ്യാപനമാണ് നടത്തിയിരിക്കുന്നത്. ഇത് എത്രത്തോളം വെല്ലുവിളിയാകും എന്നുള്ളത് വരുന്ന ദിവസങ്ങളിൽ കാത്തിരുന്ന് കാണണം. 35% കൂടുതൽ വോട്ട് ഷെയർ ഇപ്പോഴും DMKക്ക് അവിടെ മുന്നണി സംവിധാനത്തിൽ സെക്യുലർ പ്രോഗ്രസീവ് അലയൻസ് എന്ന മുന്നണി സംവിധാനത്തിൽ നേടാൻ കഴിയുമെന്നാണ് ചർച്ചാ വിഷയങ്ങളൊക്കെ പറയുന്നത്. ഗവർണർമാരും മുഖ്യമന്ത്രിമാരും തമ്മിലുള്ള വിഷയം ഉൾപ്പെടെ നിർണായകമായ ഇന്ത്യ മുന്നണിയെ ബാധിക്കുന്ന തരത്തിലുള്ള ഇന്ത്യ മുന്നണി നേതൃത്വത്തെ അവഗണിക്കുന്ന ദക്ഷിണേന്ത്യയിൽ കൃത്യമായി GSTയുടെ ആനുപാതിക നഷ്ടപരിഹാരം നൽകാത്ത കേന്ദ്ര നയങ്ങൾക്കെതിരെയുള്ള ഏറ്റവും ശക്തമായ നടപടികൾ എടുക്കുന്നത് സ്റ്റാലിൻ തന്നെയാണ്. ദക്ഷിണേന്ത്യയിൽ നിന്ന് നോക്കിയാൽ കർണാടക സർക്കാർ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ തമിഴ്നാട് സർക്കാർ തന്നെയാണ് ഏറ്റവും മികച്ച രീതിയിൽ ആ കാര്യങ്ങളിൽ പ്രതികരിക്കുന്നത്. കേരളത്തിൻ്റെ ഇടതുപക്ഷ രീതി പലപ്പോഴും BJPക്ക് അനുകൂലമായി ചിന്തിക്കുന്നതിന് കാരണം അവർ തമ്മിലുള്ള അന്തർധാര എത്രത്തോളം വളരെ രഹസ്യമായി കൊണ്ടുപോകുന്നു എന്നുള്ളതിൻ്റെ നേർരേഖയും നമുക്ക് കാണാൻ കഴിയും. ഏതായാലും വരുന്ന ദിവസങ്ങളിൽ സ്റ്റാലിൻ കോൺഗ്രസ് നേതൃത്വത്തിന് കൂടുതൽ വാഗ്ദാനങ്ങൾ നൽകും എന്ന പ്രത്യാശയോടെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്.